ഇതാട്ടോ നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. കുറച്ച് റെഡ് കുറവുണ്ടല്ലേ കളറ്, ഇച്ചിരി മുളക് പൊടി. അതെ, നമ്മൾ കളറൊന്നും ആഡ് ചെയ്തില്ല, പക്ഷെ മുളക് പൊടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു കളർ കിട്ടിയേനെ. നാച്ചുറൽ ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മസാല. ഇതൊന്നും ഇതിനകത്ത് വരില്ലല്ലേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഹിമാചൽ പ്രദേശിലാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ ഓൾഡ് മണാലി റിവറിൻ്റെ സൈഡിലായിട്ടാണ്. ഞാൻ ഇന്ന് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. എൻ്റെ കൂടെ 2-3 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണ് കേട്ടോ ടെൻ്റ് അടിക്കാനായിട്ട് പോകുന്നത്. ടെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കുറേ സ്ഥലങ്ങളിൽ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമുക്കിത് സിമ്പിളാണ് കേട്ടോ ഈ ടെൻറ്റ്. നമുക്ക് ഓട്ടോമാറ്റിക് ടെൻറ്റാ, 1 മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ടെൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സിബൊക്കെ തുറക്കാം. നമുക്കിത് പിൻ ചെയ്ത് വെക്കണം. 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ബ്രോ, 4 പേർക്ക് കിടക്കൂടെ? ഇതിനകത്തൊരു പിൻ ചെയ്യുന്നതാണ്. 4 പേർക്ക് കിടന്നൂടെ? പറ്റും. 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാലം ഓപ്പോസിറ്റ്. 4 പേർക്ക് കിടന്നൂടെ? കിടക്കാന്ന്. 2 പേരെ ഓപ്പോസിറ്റ് കാല് വെച്ച് കിടക്കണം. അല്ല ബ്രോ, ഇതില് 4 പേർക്ക് കിടക്കാം. ഇതുണ്ടോ, 4 പേഴ്സൺ ടിക്കറ്റ് ഇട്ടേക്കുന്നുണ്ടോ? 4 പേർക്ക്. 4 പേര് കിടക്കും. ഞാൻ തന്നെ ടിക്ക് വരെ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം കേസ്. ഇതുണ്ടോ കേസ്, 4 പേർക്ക് കിടക്കാൻ. 4 പേർക്ക് കിടക്കുന്ന ടിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ഐറ്റം ഉണ്ട്, ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാല് ഞാൻ തിരുപ്പുണ്ട്. അതെ, 2 മരങ്ങൾ തമ്മിൽ ചേർന്നിടത്ത് കെട്ടാം. അല്ല, ദൂരെ കെട്ടണം, ഇവിടെ അടുത്തെവിടെയെങ്കിലും കെട്ടണം. ഏത് മരം? ആ മരത്തില്ല. ഞാൻ തരാൻ, കെട്ടി നോക്ക്. ഇത് നമുക്ക് വൈബായിട്ട് കയറത്തരേ ഉള്ളൂ കേട്ടോ. എവിടെ കെട്ടും? നീളത്തുമില്ല. അല്ലെ കയറ് വണ്ടിയിലുണ്ടായിരുന്നു, എടുത്തില്ല. ടെന്റിനകത്ത് നമ്മൾ പിന്നൊക്കെ ചെയ്തിട്ട് സ്ട്രോങ് ആക്കി വെച്ചിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും നല്ലൊരു കാറ്റൊക്കെ അടിച്ചാൽ പറഞ്ഞാൽ പോകും കേട്ടോ. 2 പേരേക്ക് ഇത് മതി ബ്രോ. ഇതങ്ങനെ കുത്തി പിടിച്ച് നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ അല്ലേ? അവിടെ എത്തത്തില്ല, ചെറുതായി. വീതി വേണ്ടേ കുറച്ച്, കിടക്കണ്ടേ നമുക്ക്. ഇതോടെ ഇങ്ങനെ ഊഞ്ഞാലോട്ടുള്ള പരിപാടി കേട്ടോ. അതേ സമയത്ത് ഇവിടെ അവിടെ പാറയായിരിക്കും അല്ലേ? ഇത് മാറ്റി വെച്ചു, കുഴപ്പമില്ല. അവിടെ വെച്ചു കമ്പി വളഞ്ഞു പോലെ. പാറയാണോ? അടിച്ചു നോക്ക്.
അതേസമയത്ത് നമ്മുടെ ഹരിച്ചേട്ടനാണ് ഇവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഊഞ്ഞാലിന് വേണ്ടിയുള്ളത് അത് മതി. ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അത്രയും മതി. നടു ഒന്ന് കല്ലിലടി. ഈ കല്ല് നമുക്ക് ഉരുട്ടി മാറ്റിയാലോ? സാധനം ഇത് പൊട്ടിയെങ്ങനെ വീഴുവാണെങ്കിൽ നടുവും തല്ലിയായിരിക്കും വീഴുന്നത്. ഇത് മാറ്റാം, സിമ്പിളാ. ഇതിന്റെ അടിയിൽ എന്തൊക്കെയോ ജീവികളുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. അത് കല്ല് നമ്മള് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിറകൊപ്പിക്കണം ബ്രോ. നമുക്ക് ഇവിടെ അവിടെ സൈഡിൽ കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കാം. കുറെ കിട്ടുമായിരിക്കും, കുറെ കിട്ടും. ആണ് ബ്രോ വിറക് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ടെന്റിന് 2 സൈഡിൽ കൂടെയും ഓപ്പൺ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെയും നമുക്ക് ഓപ്പൺ ഉണ്ട്. ഉണ്ടല്ലേ, 2 സൈഡിൽ കൂടെ ഓപ്പൺ ഉണ്ട്. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ചെരുപ്പൊക്കെ ഇട്ട് കയറി നമുക്ക് ഇവിടെ സെന്ററിൽ ഇവിടെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കാം. സൈഡിൽ അല്ലെ നമുക്ക് ഇപ്പൊ ചൂട് കൊള്ളാലോ അകത്ത് വരുന്നത്. എന്നാ ഇതിൽ ഇവിടെ ഒരു സൈഡിൽ നമുക്ക് കിട്ടണം. അവിടെ ഇട്ട് കത്തിക്കാം. കിട്ടി. ഞാൻ എടുത്തോ. ഒരെണ്ണം കിട്ടി. നമുക്ക് കുത്തി ഒടിച്ചിട്ട് കത്തിക്കാം. ഇത് ഒടിയുന്നില്ലല്ലോ. ഒറ്റനടി ടെമ്പറാ. കുറച്ച് കൊടുന്നു കൊണ്ടിരുന്നു. അതേ സമയത്ത് നമ്മുടെ ഹരിച്ചേട്ടനാണെങ്കിൽ ഇവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയുള്ള. ഹരിച്ചേട്ടാ ഒന്ന് ഉദ്ഘാടനം ചെയ്ത്. പൊട്ടി വീഴുമില്ലെന്നറിയണ്ടേ? കെട്ട് സ്ട്രോങ് ആണോ? എന്തായാലും ഒന്ന് കിടന്നേ നോക്കട്ടെ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിതുവരെ എങ്ങും എനിക്ക് കെട്ടി, കാരണം കയറ് പൊട്ടത്തില്ല. കുഴപ്പമില്ല. ടൈറ്റായി. കിടന്നേ അവിടെ വെയിലല്ലേ? ഇല്ല കുഴപ്പമില്ല. വെയിലിപ്പോ തരും. തല ഇവിടെ വെച്ചാ മതി. സെറ്റല്ലേ സാധനം? സെറ്റല്ലേ? നമ്മളങ്ങനെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ചിക്കനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിനകത്തിൽ നിന്ന് മീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് എല്ല് ഭാഗം മാത്രമേ ഉള്ളൂ. ചിലതിനകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ലെഗ് പീസൊക്കെ ആയിട്ട്. അത് ഇവിടെയൊക്കെയാണ് കേട്ടോ. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് തന്നെയാണ്. ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ തികഞ്ഞാൽ മതിയായിരുന്നു. 4 പീസായിട്ട് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. താഴെ നോക്കിയോ ഗൈസ്? നമ്മളങ്ങനെ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് കഴിവാനുള്ള പരിപാടി കേട്ടോ. സംഭവം ഒഴുകി പോകാതിരുന്നാ മതിയായിരുന്നു. ഗൈസ് ഇത് നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. മലമുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ഈ വെള്ളമാണ് ഇവിടെ എല്ലാവരും കുടിക്കുകയും ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ വെള്ളം തന്നെയാണ് കേട്ടോ. അവിടെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകാം. നിങ്ങൾ 2 ആളൂടെ കഴിയുന്നു കേട്ടോ.
അത് അടിപൊളിയായിട്ട് കഴിയിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പോട്ട് പോവാട്ടോ. എല്ലാരും വാങ്ങോ വെങ്കായോ. നമുക്കിനി ഇതൊക്കെ അരിഞ്ഞ് സെറ്റ് ആക്കണം. കത്തിയുണ്ട് അതിനകത്തിട്ടു. ജസ്റ്റ് വേണമെങ്കിൽ പച്ചമുളക് ഒന്ന് കഴിയിട്ടോ. നാരങ്ങയും പച്ചമുളകാണ് വാങ്ങിച്ചോണ്ട് തൈരും ബാക്കി സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ മസാലക്കൂട്ടിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കാര്യങ്ങളും എല്ലാം ഒന്ന് ജസ്റ്റ് കഴുകിക്കൊണ്ടൊക്കെ വരണം. തൈരും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും കുട്ടൻ ചേട്ടനും കൂടാണ് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നാരങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നാരങ്ങയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് കുരുമുളക് കാര്യങ്ങൾ, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇതും കൂടെ ഇരിക്കട്ടെ. നമ്മൾ ഇന്ന് പൊളിക്കും അല്ലേ? നമ്മൾ പൊളിക്കും. കഴിവാ മതിയോ? നമ്മുടെ മസാലക്കൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ സംഭവം ചോപ്പർ ചെയ്ത് വെച്ചേക്കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. എരിവ് വെച്ചിട്ട് കൂടുതലായിട്ട് ഇരിക്കട്ടെ അല്ലേ? ഒരു കുഴപ്പമില്ല, സീനില്ല. അതേ സമയത്ത് അവിടെ ഓഞ്ഞാൻ ആടിക്കൊണ്ടിരിക്കും കേട്ടോ. ഹരിച്ചേട്ടനാണെങ്കിൽ ആട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹരിച്ചേട്ടൻ ആട്ടാനുള്ള മെടുക്കനാണല്ലേ? ഇത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. നാട്ടിലെ കുരുമുളക് പൊടി. ബ്രോ നാട്ടിൽ പോയപ്പോ വന്നപ്പോ കൊണ്ടുവന്നല്ലേ? രാവിലെ കൊണ്ടുവന്നാണ്. ഓക്കെ, കുരുമുളക് ഇനിയിപ്പം നല്ല എരിച്ചു കൂറുവോ? മതി നിങ്ങൾക്ക് ഉപയോഗിക്കണ്ടേ? അത് മല്ലിപ്പൊടി, മുളക് പൊടിയും കാര്യങ്ങളൊക്കെയാ. ശകലം മതി, മല്ലിപ്പൊടി വേണ്ടല്ലോ. ഇത് വിഷ, അതിട്. അത് മുളക് പൊടി ഇച്ചിരി കളർ ഇരിക്കട്ടെ. ശകലം തോന്നിട്ടോ. വേറെ എന്തോടെ? മഞ്ഞപ്പൊടി ശകലം ഇട്ടോ. ഇനി തൈര്, ഉപ്പിട്ടോ ശകലം, ഉപ്പ് പിടിക്കാനും. മുളക് പൊടി ഇത് ഫുള്ള് ഇട്ടാലോ? തീർന്നോ? ഓക്കെ, സെറ്റ്. കളർ എന്നാലും കുറവാ, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൽ തന്നെ വെച്ചങ്ങ് നമുക്ക് അടയ്ക്കാം. ഒരു ഫുള്ള് കോഴി. അടുത്ത പീസ് എടുക്കും. നമ്മളിപ്പോ ഇവിടെ ക്യാമ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടൻ ചേട്ടനാണെങ്കിൽ, രഞ്ജിത്താണോ പേര്, നമ്മുടെ കുട്ടൻ ചേട്ടാന്ന് വിളിക്കും. കുട്ടൻ ചേട്ടൻ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അത് നമ്മൾ ചുടാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ അറിയാം അവിടെ ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ചാർക്കോളൊക്കെ വെച്ച് കത്തിച്ചിട്ട് ചിക്കൻ ചുടിയൊക്കെ ചെയ്യും. അതേസമയത്ത് നമ്മുടെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു റിവർ പോകുന്നുണ്ട്. അതിന്റെ ശബ്ദം നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. കണ്ടില്ലേ, വെള്ളമൊക്കെ പോകുന്നുണ്ടല്ലേ? നല്ല അടിപൊളി കണ്ണുനീര് പോലത്തെ വെള്ളമാണ് അത്. നമ്മളത് ആ വെള്ളമാണ് ഇവിടെ എല്ലാവരും കുടിക്കുകയും ഹോട്ടലുകൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്നത് ആ വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് എല്ലാം കൂടെ കയറ്റിയിട്ട് മസാല എല്ലാം തൂത്തനകത്തിലിട്ട് അടച്ചു വെക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മൾ റെസ്റ്റിൽ വെക്കും. മാക്സിമം 1 മണിക്കൂർ വെച്ചാൽ അത്ര നല്ലതല്ലേ? ഇതിൻ്റെ മുകളിൽ ഇരുന്നോട്ടെ, സേഫാണ്. അപ്പോൾ ഇതെല്ലാം ഈ ബാക്കിയെല്ലാം പാക്ക് ചെയ്യണം. പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബ്രോ ആണെങ്കിൽ പാത്രം കഴുകാനായിട്ട് പോയിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് പാത്രമില്ലേ, കൈ നല്ല രീതിയിൽ പുകയും കേട്ടോ. കാരണം എനിക്ക് സ്ഥിരം പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ മസാല എല്ലാം കൂടെ കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് തേക്കല്ലേ, കൈ പുകയും. ആ പുകച്ചില് മാറത്തില്ല കേട്ടോ. അടിപൊളിയാണ്. ഇതുണ്ടല്ലേ ടെൻ്റ് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ടെൻ്റൊക്കെ ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് അല്ലേ, അടിപൊളിയല്ലേ? നമ്മുടെ രാഹുൽ ബ്രോ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. താടെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വൈബൊക്കെ? ഊഞ്ഞാലിലൊക്കെ ഒന്ന് കയറി ആടി നോക്ക്.
പിന്നെ നമുക്കേ ഈ ഇപ്പം ഈ വരുന്ന ഗസ്റ്റിനെ ക്യാമ്പിങ്ങിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പിംഗ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തൂടെ? എന്തായാലും ചെയ്ത് കൊടുക്കാം. എന്തായാലും ഫോറസ്റ്റ് ഇതുപോലെയുള്ള ചിക്കനൊക്കെ ചുറ്റും സെറ്റ് ആക്കണമെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാട്ടാ. നമ്മളങ്ങനെ ചിക്കൻ ചൂടാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. തീയൊക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കനൽ കത്തിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. കനൽ കത്തിപ്പിടിക്കാൻ ശകലം പാടാണ്. എന്നാലും അത്യാവശ്യം മറ്റേ സാധനം ഇട്ടായിരുന്നോ? ആ, കർപ്പൂരം ഇല്ലാതെ തന്നെ നമ്മൾ കത്തിക്കാനുള്ള ശ്രമം കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾ മലയാളം മേടിക്കാൻ എന്താടേ? മറന്നില്ലേ, ഞങ്ങൾ വേറെ ഓരോ ചിന്തയിലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് നടന്നു വെച്ച് പോയതല്ലേ. ഒരാൾ അവിടെ കിടക്കുന്നത് കണ്ടായിരുന്നോ? അങ്ങനെ ആട്ടിയതല്ല, ഊഞ്ഞാലാട്ടിട്ടുണ്ട്. ചാർക്കോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കർപ്പൂരം ഇട്ട് കത്തിക്കുക? ഇല്ല, അങ്ങനെ വലിയ പവറൊന്നുമില്ല. കർപ്പൂരം ചിരട്ടയ്ക്കകത്ത് വെച്ചിട്ട് കർപ്പൂരം കത്തിക്കും. അപ്പോൾ ആ ചിരട്ട പെട്ടെന്ന് കത്തിപ്പിടിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ ചാർക്കോൾ കറക്കി വെച്ച് കൊടുക്കും. കർപ്പൂരത്തിന് മണമുണ്ടോ? ഞാനും നോക്കുന്നത്. കത്തുമ്പോ ഒരു മണം വരാണ്ടല്ലോ, കർപ്പൂരം കത്തുമ്പോ മണമൊന്നുമില്ല. നിങ്ങൾ മണപ്പിച്ചപ്പോൾ മണമുണ്ടോ? മണത്തിക്ക് മണമുണ്ട്. ഇനി മറ്റേ സോപ്പ് പൊടിയുടെ കഷ്ണം വല്ലതും ആണോ? കത്തിച്ചോണ്ടിരിക്കുക, കത്തുന്നില്ല. നമ്മുടെ ചിക്കൻ ചൂടാനുള്ള കനൽ സെറ്റാക്കാനുള്ള ഒരു പരിപാടിയൊക്കെയാണ് കേട്ടോ. കനലിങ്ങനെ കത്തിച്ചോണ്ടിരിക്കുകയാണ്, എല്ലാവരും കൂടെ കത്തിച്ചോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൂമിൽ നിന്ന് പപ്പടം എടുത്തുകൊണ്ട് വന്നായിരുന്നു, അത് ചുട്ടോണ്ടിരിക്കുക. എന്താ കുറച്ചുകൂടെ ആവാണ്ട് ചെറിയൊരു കമ്പിനകത്ത് കുത്തിയിട്ടിട്ട് കറക്ക്. ഏതിൻ്റെ കൈ കൊള്ളത്തില്ല. ആ, കത്തുന്നുണ്ട്. എന്താ പരിപാടി? പപ്പടം ചൂടാനുള്ള കുറച്ച് കത്തത്തില്ല, പാടൊരു. എല്ലാവരും ഉണ്ട് ഇവിടെ. കനൽ കത്തിക്കാനുള്ള ഒരു പെടാപ്പാടിലാണ് എല്ലാവരും. എന്തായാലും നമുക്ക് തണുക്കൂലല്ലേ, ചൂടടിക്കും. ഇത് കത്തിപ്പിടിക്കാൻ വെച്ച് പാടാ. കത്തിപ്പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് മാഗ്നേറ്റ് ആക്കി വെച്ചേക്കൊണ്ട് ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇനി അടുക്കും. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇനി അടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ കനലൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോനെ മസാല ഒക്കെ ഇരുന്നോട്ടെ. ആ, വെച്ചോ. ഇതിനകത്ത് ഒട്ടി പിടിക്കുവോ?
ഞാൻ രാഹുൽ ബ്രോയ്ക്ക് സ്പെഷ്യൽ പീസ് കണ്ടത്. ബ്രോയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞു അതാ. അല്ല ഇവന് ഒരു മാസമായിട്ട് വെജ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല അതല്ലേ പറഞ്ഞത്, ചിക്കൻ കറിക്ക് മാത്രമല്ല പ്രശ്നമുള്ളൂ. ഗ്രില്ല് കഴിക്കത്തില്ല. എനക്കും ഞാനിപ്പോ കുറച്ച് രാഹുലും അതിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക. എന്തിന്? വെജിലേക്ക് മാറാൻ പറ്റില്ല. പക്ഷെ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രാഹുല് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഗ്രില്ലിൽ ഞാൻ ബ്രോയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പീസ് നോക്കിട്ട് വായിച്ചു. നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ ഇത് മുട്ടിയിരിക്കുവാണല്ലോ, നല്ലോണം കരിയും കേട്ടോ. കുറച്ചുകൂടെ ഇതാക്കണം. ഇവിടെ നിന്ന് എത്തത്തില്ല തീ. തീ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഇതാക്കണം. ഒരു കല്ലൂടെ വെച്ച് കഴിഞ്ഞാലേ സ്ക്വയർ ആവും. 4 അല്ലേ? ശരിയല്ലേ? അപ്പൊ തീ കുറച്ച് ഇങ്ങനെ ഇതാക്കും. ഇതാട്ടോ നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. കുറച്ച് റെഡ് കുറവുണ്ടല്ലേ കളറ്, ഇച്ചിരി മുളക് പൊടി. അതെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തില്ല, പക്ഷെ മുളക് പൊടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടിയേനെ. നാച്ചുറൽ ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മസാല ഫുള്ള്. ഏത് ചില്ലി മാത്രം, ഗ്രീൻ ചില്ലി മാത്രം. ഗ്രീൻ ചില്ലി മാത്രമല്ല, അത് നിങ്ങളാണ് നമ്മൾ സ്പൈസി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് മുളക് പൊടി. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ റെഡ് കളേഴ്സ് ഒക്കെ വരുന്നത് പറയുമ്പോ അത് നാച്ചുറൽ ആയില്ല, ലൈക്ക് ഓർഗാനിക് ആയി. അപ്പൊ മനുഷ്യര് നമ്മൾ തമ്മിൽ മാറ്റില്ലാത്ത പോലെ. പുള്ളി ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ തന്നെ അതെ അതെ ശരി. കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ സംസാരിക്കും. നമ്മുടെ സംഭവം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ശാലം എണ്ണയൊക്കെ തേക്കൊണ്ടിരിക്കുക. അത്യാവശ്യം കരിഞ്ഞല്ലേ സംഭവം. കരിഞ്ഞത് മസാലയാണ് കേട്ടോ, ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ടാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഓയിലിന്റെ അഭാവമാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. തീക്കകത്ത് അത്യാവശ്യം മൊരിയുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ. അപ്പോൾ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഡെക്കറേഷന് വേണ്ടി. ബ്രെഡൊക്കെ ഇങ്ങനെ നമ്മൾ ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ നല്ല മൊരിഞ്ഞു കേട്ടോ, അവിടെ മൊരിഞ്ഞ കളയണം. ജസ്റ്റ് ഒരു ബ്രെഡ് നമ്മൾ ചുട്ടെടുത്ത ബ്രെഡ് കേട്ടോ. എങ്ങനെയുണ്ട്? എന്റെ വീടിന് വരുമല്ലോ. ഇതൊന്നും ഇതിനകത്ത് വരില്ലല്ലേ. മുരിഞ്ഞുണ്ടല്ലേ. അതേസമയം നമ്മുടെ ചിക്കനൊക്കെ കണ്ട നല്ല അടിപൊളി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കത് കഴിച്ചാൽ മതി കേട്ടോ. സാധനം നല്ല വെന്തില്ലേ? 2 മണിക്കൂർ വെള്ളമല്ലേ? അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് പാക്കറ്റ് ചപ്പാത്തി ഇട്ടുവരണമെങ്കിലില്ലേ, അതായിരുന്നു നല്ലത്. ഇവിടെ ഇല്ല. ഇല്ല. അല്ലേ പിന്നെ നമ്മൾ റൊട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കണം. അന്നേരം ഉണ്ടാക്കുന്നു. നമ്മുടെ ബ്രെഡും ഒക്കെ സാധനം സെറ്റായിട്ട് വരുന്നുണ്ട്. ബ്രോ അപ്പുറത്തോടാ ചെരുപ്പൂരിട്ടോ. അപ്പുറത്തോടാ. ആ എന്നാ ഓക്കെ. എവിടെയെങ്കിലും ഇരിക്കുമല്ലോ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇത് സൂര്യടെ നല്ലോണം ഇരിയടേ. ഓക്കെ നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ എന്നാൽ രാഹുൽ ബ്രോ എല്ലാം ടേസ്റ്റ് ചെയ്തേ. നിങ്ങളൊരു ലെഗ് പീസ് തീർത്തല്ലേ?
ഞാൻ രാഹുൽ ബ്രോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ലെഗ് പീസ്. അത് അവൻ തന്നെയാടാ കഴിച്ചത്. ആണോ? ബ്രോ, അപ്പോൾ ഞാനവിടെ ഒരു ശകലം എടുക്കുവാണ്. അതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതെ, അടിപൊളിയായിട്ട് വെന്തിട്ടില്ലേ? വെന്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കുകയാണ്, മീറ്റ് മാത്രം ഇട്. മസാല അടിപൊളി. അങ്ങനുണ്ട്. ബ്രെഡ് മാത്രമല്ല എടുക്ക്. വെജാണ് ആള്, വെജ് ചെയ്തുകൊണ്ട് അങ്ങനെ മസാല അടിപൊളിയില്ലേ? ഒരു രക്ഷയില്ലേ? സൂപ്പർ. മീറ്റ് മാത്രം ഒന്ന് കഴിച്ചു നോക്കും. നിങ്ങൾ സാൻഡ്വിച്ചായിട്ട് കഴിക്കാതെ മീറ്റ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. ലെഗ് പീസ് ഒക്കെ കടിച്ചു പറിക്കും. അങ്ങോട്ട് പൊളി, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡിനകത്ത് ശാലം വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ആണല്ല എടുക്കുമ്പോൾ എൻ്റെ വയപ്പുള്ള എപ്പോഴും പുള്ളായിരിക്കില്ലേ. നമുക്ക് കുറച്ച് സവാള നമുക്ക് ജോഗിനി വാട്ടർഫോളിൽ ക്യാമ്പ് ചെയ്താലോ? നൈസ് ആയിരിക്കത്തില്ലേ? അവിടെ എവിടെയെങ്കിലും വണ്ടി എത്തുവാണ്. നമുക്ക് ഇത് വലിയ ലോഡൊന്നും ഇല്ല, ഒരു ബാഗിനകത്ത് എല്ലാം കയറും. അവിടെ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മയോണൈസ് ഉണ്ടായി മോനെ, ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയായിരിക്കും സംഭവം. നമുക്ക് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അല്ലേ ബ്രോ? ഉള്ളത് കൊണ്ടുപോകണം പോലെ. അത് നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യണോ അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മയോണൈസ് വാങ്ങിയിട്ട് വരുന്നത് മതി. നമുക്ക് വാങ്ങാൻ കിട്ടും. അത് എക്സ്പയർ അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കനും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കനലും ചാർക്കോളായാലും എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് സെറ്റ് ചെയ്യാം ഇല്ലേ? നമുക്ക് മയോണൈസ് നമുക്ക് വീട്ടിൽ ഇവിടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാം കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലേ? എല്ലാ ബ്രോയ്ക്കും നമ്മൾ ഇല്ലേ ബ്രോ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ അതും നമ്മുടെ ഇത് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ലൈറ്റൊക്കെ നമ്മൾ ഇവിടെ കെട്ടി നോക്കിയിട്ടേക്കുണ്ട് കേട്ടോ. വേണ്ടിയായിട്ട് സംസാരിക്കാൻ പാടില്ല. ഒരു പീസ് കഴിക്കും ബ്രോ. നമ്മളിവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തീയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പപ്പടവും ചുട്ട് കഴിക്കുന്നുണ്ട്. പുക കൂട്ടിയിട്ട് ഇവിടെ ഫോറസ്റ്റിനുള്ള തീയിടെന്ന് പറഞ്ഞാൽ നാളെ കേസ് വല്ലതും വരുമോ രാഹുൽ ബ്രോ? എല്ലാം ഏറ്റെടുത്തോളം കേട്ടോ. കാരണം ഈ രാത്രി പോകുന്നത് കാണില്ല. ഇനി കുറച്ചു നേരം ഒന്നുമിടരുത്. തീ ഒന്ന് കത്താൻ വരെ എല്ലാവരും ഭയങ്കര ലൈറ്റ്. അങ്ങനെ ടെൻറ്റിൽ സ്റ്റേ അടിച്ച് കിടക്കുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് കിടന്നു. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് മണ്ണിന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും റൂമിലോട്ട് പോയി. കാരണം സ്ലീപ്പിംഗ് ബാഗില്ല, ആകെ ഒരെണ്ണേ ഉള്ളൂ. എൻ്റെ കയ്യിൽ മാത്രമേ സ്ലീപ്പിംഗ് ബാഗുള്ളൂ. ഇവിടെ ഇങ്ങനെ സാധനങ്ങളെല്ലാം ബാഗെല്ലാം ഈ സൈഡിൽ, ഇവിടെ കുപ്പി സാധനങ്ങളും എല്ലാം അവിടെ ഇവിടെയൊക്കെയായിട്ട് കിടക്കും. നമ്മുടെ ഇതെല്ലാം അഴിച്ചു, ചെയറൊക്കെ കഴിഞ്ഞെടുത്തു. പിന്നെ എന്താ പറയുക, ഇത് കഴിഞ്ഞെടുത്തു. നമ്മുടെ ഊഞ്ഞാൽ അവിടെ കെട്ടിരുന്നു, അത് കഴിഞ്ഞെടുത്തു. എല്ലാം എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് കിടന്നു കേട്ടോ. മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കണം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് തൽക്കാലം തലയണയായിട്ട് അത് വെച്ചിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ.
ഇതുണ്ടല്ലേ, നല്ല നല്ല സുഖമാണ് കിടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടം വരെ ഉണ്ട്. നമുക്കിത് ഇങ്ങനെ സിബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ രണ്ടാൾക്ക് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടാൾക്ക് അങ്ങനെ പറ്റില്ല. ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനുള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. നല്ല തണുപ്പത്തൊക്കെ അതിനുവേണ്ടിയുള്ള ഇതുണ്ടല്ലേ, നമ്മൾ ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇങ്ങനെ ഇവിടെ ഒരു ബട്ടണുണ്ട്, അത് ടോർച്ച് കത്തി 2-3 ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനിവിടെ കിടക്കുകയാണ് കേട്ടോ. നാളെ രാവിലെ കാണാം. ബൈ. എഴുന്നേറ്റിട്ടുണ്ട്, രാവിലെ തന്നെ എഴുന്നേറ്റു. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ അലമ്പായിരിക്കും. നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ അവിടെ കരാട്ട ക്ലാസ് ഒക്കെ നടക്കുന്നു. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറേ പേര് യോഗയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. യോഗ മാറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ കുറേ പേര് ഓടിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നടക്കി ഓടിയൊക്കെ ചെയ്ത് നമ്മുടെ മച്ചാന്മാർ പോയിട്ടുണ്ടായിരുന്നു. അവർ വന്നു. അവിടെ റൂമിൽ ചെറിയൊരു പ്രശ്നമാണ് ഓണറുമായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നെന്ന് തോന്നുന്നു. ബാഗും ലഗേജും പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം അത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ. നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ആവും കേട്ടോ. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറച്ചുകൂടെ ഒക്കെ നമ്മൾ ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടി കുറച്ചുകൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോവാല്. കാരണം വേറെ റൂം സെറ്റാക്കിയിട്ട് അവർക്ക് എനിക്ക് പിന്നെ എവിടെയെങ്കിലും വണ്ടിയിലൊക്കെ ആയാലും എനിക്ക് കിടക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ അതല്ല. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇനി ചിലപ്പോൾ അതിൻ്റെ തിരക്കറിയും, ചിലപ്പോൾ വീഡിയോ എടുക്കുമെന്ന് അറിയത്തില്ല. പറ്റിയ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ബൈ, ടാറ്റാ.